കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കാകെയും തന്നെയും ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അഞ്ചാം ഘട്ടം കഴിയുമ്പോഴേക്കും നേതാക്കളുടെ പ്രതികരണം 300 സീറ്റ് നേടും എന്നുള്ള പ്രതികരണം ഖാർഗെ നടത്തുന്നു, കെ.സി. വേണുഗോപാൽ നടത്തുന്നു, ഇപ്പുറത്ത് കേജ്രിവാൾ നടത്തുന്നു. കേജ്രിവാൾ പറയുകയാണ് അമിത്ഷാ പ്രധാനമന്ത്രിയാകില്ല. അത് പറയുമ്പോൾ മോദി എന്ന പേര് അവിടെ വെട്ടുകയാണ്. മോദി എന്ന വ്യക്തി ഒരു വർഷത്തേക്കുള്ളതാണ്. അത് നിങ്ങൾ നോക്കണ്ട. അമിത്ഷാ പ്രധാനമന്ത്രിയാകില്ല എന്ന പ്രതികരണം അദ്ദേഹം ബോധപൂർവം തന്നെ നടത്തുകയാണ്. അപ്പോൾ അതൊരു രാഷ്ട്രീയ തന്ത്രമാണ്. പിന്നെ കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഈ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഹരിയാന, ഗുജറാത്ത്, കർണാടക, യു.പി ഈ വലിയ സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ കഴിഞ്ഞ തവണ കോൺഗ്രസിന് ആകെ കിട്ടിയത് 2-3 സീറ്റാണ്. അവിടെയാണ് കോൺഗ്രസ് മത്സരിക്കാനിരിക്കുന്നത്. ആ മത്സരിക്കുന്നത് തന്നെ 328 സീറ്റിൽ എന്ന് പറയുമ്പോൾ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം കുറച്ചുകൊണ്ട് കോൺഗ്രസ് എത്തുന്നു. അപ്പോൾ ഒരു വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മുന്നണി സഖ്യം ഇതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ആ സഖ്യം വിജയിക്കും. ഞങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങളും എൻ ഡി എയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾക്ക് ഒരു സഖ്യമുണ്ട്. അവിടെ ബി.ജെ.പി മാത്രമാണ് ഉള്ളത് എന്നുള്ള കണക്കാണ് അവർ പറയുന്നത്. അതിൽ ഓരോ സ്ഥലത്തും നേടാവുന്ന സീറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് കെ.സി. വേണുഗോപാൽ ഇന്ത്യൻ എക്സ്പ്രസിന് ഒരു അഭിമുഖം നൽകിയിരിക്കുന്നു. അതിൽ അദ്ദേഹം കൃത്യമായും എത്രത്തോളം സീറ്റുകൾ നേടാനാകും എന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ റാലിയുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞല്ലോ ഓർക്കസ്ട്രേറ്റഡ് ആണെന്ന്. എനിക്ക് അങ്ങനെ തോന്നിയില്ല. ആ റാലിയിൽ അവർക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു സംസാരിക്കേണ്ട വേദികൾ ഒരിടത്തും നേതാക്കൾ ഒഴിവാക്കിയില്ല. അവിടെ സംസാരിക്കാൻ വേണ്ട എന്ന് പറഞ്ഞ് അവർ പോവുകയാണ്. ആ രീതിയിലേക്ക് അവിടേക്ക് അണികൾ എത്തുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ ഇരച്ചെത്തുന്നു. അതെന്തുകൊണ്ടാണ്? ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നു എന്നിടത്താണ്. നേരത്തെ മുൻപുള്ള തിരഞ്ഞെടുപ്പുകളിലൊക്കെ പല വിഷയങ്ങളും ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന, അല്ലെങ്കിൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായി മനസ്സിലാകുന്ന ലളിതമായ വിഷയങ്ങളായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് സംവരണവുമായി ബന്ധപ്പെട്ട്, തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് പറയാൻ സാധിക്കുന്നുണ്ടെന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുമുണ്ട്. ഇപ്പോൾ മോദി ഇപ്പോൾ പറയുന്നത് എന്താണ്? നിങ്ങൾ ഇവരെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, ഇന്ത്യ മുന്നണിയെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഓരോ വർഷവും ഓരോ പ്രധാനമന്ത്രിയായിരിക്കും എന്നുള്ള പരിഹാസമാണ് പറയുന്നത്. അപ്പോൾ ഇവരെന്താണ് പറയുന്നത്? തിരിച്ച് കേസ് ഇന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യം, വിധി വന്ന് 24 മണിക്കൂറിനകം നമുക്ക് പ്രധാനമന്ത്രി ഉണ്ടാകും. അത് ഒരുമിച്ചെടുക്കുന്ന തീരുമാനമായിരിക്കും. ഇപ്പോൾ ഇടംതിരിഞ്ഞ് നിൽക്കുന്നു എന്ന് പറയുന്ന മമത പോലും പുറത്തുനിന്ന് പിന്തുണ നൽകുന്നു തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മമതയുടെ ഏറ്റവും വലിയ ശത്രു ബി.ജെ.പി ആണ് എന്നുള്ള കാര്യം ഈ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ബംഗാളിൽ അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് അവരുമായ ഒരു സഖ്യം എന്നുള്ളത് മമത ആലോചിക്കുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ആലോചിച്ചുകൂടാ. പിന്നെ ഈ സഖ്യത്തിൽ എങ്ങനെയൊക്കെ വിജയിക്കാനാകും? കർണാടകയിൽ 28 സീറ്റുള്ളതിൽ 3-ൽ 2 കിട്ടുമെന്നാണ് കെ.സി. പറയുന്നത്. തെലങ്കാനയിൽ 3 സീറ്റ് കിട്ടിയെടുത്ത് 11-12 കിട്ടുമെന്ന് പറയുന്നു. കേരളത്തിൽ എന്തായാലും 20-ൽ 20 എന്ന ആത്മവിശ്വാസം അവർ പറയുന്നു. തമിഴ്നാട്ടിൽ ബി.ജെ.പിക്ക് വട്ടപൂജ്യമായിരിക്കുമെന്ന് പറയുന്നു. മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി പകുതി സീറ്റ് നേടുമെന്ന് പറയുന്നു. ബീഹാറിലും വലിയ നേട്ടം നേടാൻ ആകും. പ്രത്യേകിച്ച് നിതീഷ് അവിടെ നിന്ന് വഞ്ചിച്ചു പോയി എന്നുള്ളൊരു വികാരം ജനങ്ങൾ ആ രൂപത്തിൽ പ്രതികരിക്കുമെന്ന് അവർ കരുതുകയാണ്. യു.പിയിൽ ബി.ജെ.പി 15 മുതൽ 20 വരെ സീറ്റുകൾ നഷ്ടപ്പെടുത്തുമെന്ന് പറയാണ്. യു.പിയുടെ കാര്യത്തിൽ അവർക്ക് പ്രത്യേക ആത്മവിശ്വാസം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് കോൺഗ്രസിന് മാത്രം നേടാവുന്ന നേട്ടമായിട്ടല്ല അവർ പറയുന്നത്. മുന്നണി എന്ന രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകാനാകുന്ന പ്രതീക്ഷ ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഇനി കോൺഗ്രസ് 328 സീറ്റിലാണല്ലോ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ ബി.ജെ.പി വിജയിച്ച സീറ്റുകളിൽ 90% തോൽപ്പിച്ചത് കോൺഗ്രസിനെയാണ്. അപ്പോൾ ഇത്തവണ കോൺഗ്രസ് വിജയിക്കുകയാണെങ്കിൽ ബി.ജെ.പിയെ പരാജയപ്പെടുത്തി നേടുന്ന സീറ്റുകളാണ് കോൺഗ്രസിന്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണ് രേവന്ത് റെഡ്ഡി ശേഖർ ഗുപ്തയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് 125 സീറ്റുകൾ നേടിയാൽ നമ്മൾ സർക്കാർ ഉണ്ടാക്കുമെന്ന്. അതായത് കോൺഗ്രസ് 125 സീറ്റുകൾ നേടിയ അതൊരു രസകരമായ ഒരു കണക്കാണ് ആ പറയുന്നത്. നേരിട്ട് മത്സരിച്ച ഇടങ്ങളിൽ ഞങ്ങൾക്കാണ് നഷ്ടം വന്നിട്ടുള്ളത്, അവിടെ ഇനി മത്സരിക്കുമ്പോൾ അവർക്ക് നഷ്ടം വരും. ആ നഷ്ടം എന്നുള്ള കണക്കിലേക്ക് അവിടെ പോകുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമായി തോന്നുന്നു. ഇനിയിപ്പോൾ ഹരിയാനയുടെ കാര്യം, കർഷക പ്രക്ഷോഭം നമ്മൾ കണ്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ ബി.ജെ.പി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ ചോദിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ഇപ്പോൾ 100 ദിവസമാവുകയാണ് ഈ സമരത്തിന്. ഇപ്പോൾ ബി.ജെ.പി നേതാക്കളുടെ വീടുകളിലേക്ക് കർഷകർ പ്രക്ഷോഭം നടത്താനിരിക്കും. ഇതിപ്പോൾ ഹരിയാനയിൽ മാത്രം ഒതുങ്ങിയില്ലല്ലോ, കർഷകർ എല്ലായിടത്തുമുണ്ട്. അപ്പോൾ ആ പ്രക്ഷോഭം അത് എല്ലായിടത്തേക്കും അലടിക്കുന്നതാണ്, എല്ലായിടത്തും കർഷകരെയും ബാധിക്കുന്നതാണ്. പിന്നെ എല്ലാ മുസ്ലിങ്ങൾക്ക് നൽകുന്നു എന്ന് പറയുന്നിടത്താണ് കോൺഗ്രസ് ചോദിക്കുന്നത്, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഹിന്ദുക്കൾക്ക് എന്ത് കൊടുത്തു? ചോദ്യമാണല്ലോ. ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളിൽ യുവാക്കളാണല്ലോ ഏറ്റവും കൂടുതൽ. അങ്ങനെ ഹിന്ദു യുവാക്കൾ എന്ന കണക്ക് നിങ്ങളുടെ രൂപത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ഹിന്ദു യുവാക്കൾ ഇവിടെ തൊഴിലില്ലാതെ നടക്കുകയാണ്. ഒരു പ്രധാന ചോദ്യമാണ്. ഇവിടെ എല്ലാ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ഭൂരിപക്ഷത്തിന് എന്ത് കൊടുത്തു? നിങ്ങൾ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയതിനപ്പുറം എന്താണ് ചെയ്തതെന്നൊരു ചോദ്യം അവിടെ ചോദിക്കുകയാണ്. കർഷകർക്ക് എന്ത് കൊടുത്തു? സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അത് നേരിട്ടാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. അവിടെ ഇപ്പോഴും വർഗീയത പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് തന്നെ ആവർത്തിക്കുന്നു. 3-ാം ഘട്ടത്തിൻ്റെ പകുതി തൊട്ട് അത് തുടരുന്നു. പച്ചക്കള്ളവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു. ഏറ്റവും അവസാനവും നമ്മൾ കണ്ടാണ് മുസ്ലിം എന്നാൽ പാകിസ്ഥാൻ എന്നാൽ കോൺഗ്രസ് എന്ന രൂപത്തിലേക്ക് നരേഷൻ കൊണ്ടുപോവുകയാണ്. അത് എത്രത്തോളം ജനങ്ങൾക്ക് മടുപ്പുണ്ടാക്കുന്നു എന്നുള്ളതാണ് അരുൺ നേരത്തെ പറഞ്ഞ കാര്യം.
എത്രത്തോളം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് കേൾവിക്കാരുണ്ട്, അപ്പുറത്ത് മറുശബ്ദത്തിന് എത്രത്തോളം ഉണ്ടാകുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഇംഗ്ലീഷ് മാധ്യമങ്ങളും ഹിന്ദി മാധ്യമങ്ങളിലൊക്കെ വന്നിരിക്കുന്ന നിലപാട് മാറ്റം, അവർ പ്രധാനപ്പെട്ട വാർത്തയായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിച്ചുകൊണ്ട് ഡൽഹി ഹൈക്കോടതി പറഞ്ഞ വാർത്ത മുൻ പേജിൽ വരുന്നുണ്ട്. എന്തുകൊണ്ട് ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തില്ല? ഇന്ന് ആദ്യമായിട്ടാണ് ഇപ്പം ബംഗാളിൽ ഒരു നേതാവിനെ വിലക്കിക്കൊണ്ടുള്ള പ്രതികരണം വരുന്നത്. അതൊരു വലിയ തീരുമാനത്തിലേക്ക് വരുന്ന ഇപ്പോഴാണ്. അപ്പോഴും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽ BJPക്കെതിരെ വരുന്ന വാർത്തകൾ ഒന്നാം പേജിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് എന്താണ് ഇപ്പോൾ അടിത്തട്ടിൽ നടക്കുന്നത് എന്നതിൻ്റെ സൂചന അവർ മനസ്സിലാക്കുന്നതിൻ്റെ ഉദാഹരണമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ആ പൾസ് ദേശീയ മാധ്യമങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരിക്കലും Meet the editors.